ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് യോഗ്യതാ മത്സരങ്ങൾക്ക് ഛത്തീസ്ഗഡിലെത്തിയ കേരള വനിതാ ഹോക്കി ടീമിന് നിരാശ. മതിയായ അംഗസംഖ്യയില്ല എന്ന കാരണത്താൽ ടീമിന് അവസാന നിമിഷം മത്സരത്തിന് അനുമതി നൽകിയില്ല. അധികൃതർക്ക് കനത്ത വീഴ്ചയുണ്ടായി എന്നാണ് ആക്ഷേപം. നമ്മൾ ഖേലോ ഇന്ത്യൻ്റെ ഹോക്കി ടീമിന് വേണ്ടി നമ്മളിന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് മോർണിംഗ് 6 o'clock വന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ അതോറിറ്റീസ് നമ്മളെടുത്ത് ഫോട്ടോ എടുത്ത് നമ്മളെടുത്ത് 13 പേരേ ഉള്ളൂ ടീമിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് യോഗ്യതാ മത്സരങ്ങൾക്കായി കേരളത്തിൽ നിന്നുള്ള 13-അംഗ വനിതാ ടീം വെള്ളിയാഴ്ച രാവിലെയാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിലെത്തിയത്. ഇന്ന് ഒഡീഷയുമായുള്ള ആദ്യ മത്സരം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ടീമിൽ 16 അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കളിക്കാൻ അനുവദിക്കൂ എന്ന് അധികൃതർ അറിയിച്ചത്. സംഭവം വാർത്തയായതോടെ സംസ്ഥാന ഹോക്കി അസോസിയേഷൻ ഖേലോ ഇന്ത്യ സംഘാടകരുമായി രാത്രി സംസാരിച്ച് മത്സരിക്കാൻ അവസരം ലഭിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ രാവിലെ കളിക്കാൻ തയ്യാറായി ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും കളിക്കാൻ അനുമതി ലഭിച്ചില്ല. ഇന്നലെ നമ്മളടുത്ത് വൈകുന്നേരം വിളിച്ച് എല്ലാവരും കൂടെ ഇതിന് മുൻകൈയെടുത്ത് ഇന്ന് രാവിലെ മോർണിംഗിന് നമുക്ക് 13 പേര് വെച്ച് കളിക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിന്ന് രാവിലെ തന്നെ നമ്മളെ കേരള ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടുന്ന് നമുക്ക് വളരെ നിരാശയാണ് നമുക്കിപ്പോൾ ഇവിടെ ഇതിൻ്റെ സംഘാടക സമിതിയായി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ടീമിലുണ്ടായിരുന്ന 3 അംഗങ്ങൾക്ക് ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് പങ്കെടുക്കാൻ കഴിയാതിരുന്നതാണ് ടീമിനെ പ്രതിസന്ധിയിലാക്കിയത്. 16 അംഗ ടീം നിർബന്ധമാണെന്ന ചട്ടം ഉണ്ടായിരിക്കെ കുട്ടികളെ ഛത്തീസ്ഗഡ് വരെ എത്തിച്ച് മത്സരിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും കനത്ത വീഴ്ചയുണ്ടായി എന്ന ആക്ഷേപം ശക്തമാണ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.